ഇന്ത്യയുടെ ഭീഷണിക്കും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കും മുന്നിൽ മുട്ടുമടക്കി. എന്നിട്ടും പാഠം പഠിക്കാൻ പാകിസ്ഥാൻ തയ്യാറല്ല. ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസ്ഹറിനെതിരെ മതിയായ തെളിവ് തരാതെ അറസ്റ്റ് ചെയ്യാനാകില്ല എന്നാണ് പാക് വിദേശകാര്യമന്ത്രി ഷാ മുഹമ്മദ് ഖുറേഷിയുടെ വാദം. ഭീകരത പ്രോത്സാഹിപ്പിക്കുന്ന നയം ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്ന ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്നതായിരുന്നു ഖുറേഷിയുടെ ഈ വാദം. പുൽവാമ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ജെയ്ഷെ മുഹമ്മദ് വീഡിയോ പുറത്തുവിട്ടിട്ടും ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് നിങ്ങൾ ചോദിക്കുന്നതെന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. മുംബൈ പത്താൻകോട്ട് ഭീകരാക്രമണം ഉണ്ടായപ്പോഴും പാകിസ്ഥാൻ ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു. വ്യക്തമായ തെളിവുകൾ ഇന്ത്യ നൽകിയിട്ടും നടപടി ഒന്നും എടുത്തില്ല. ഭീകര സംഘടനയാണെന്ന് പാകിസ്ഥാൻ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ അവിടെ സ്വതന്ത്രമായി വിഹരിക്കുകയാണെന്നാണ് മന്ത്രി പറയുന്നത്. അസറിന്റെ തീരെ വയ്യ എന്നാണ് അദ്ദേഹം ന്യായീകരിക്കുന്നത്. പുൽവാമയിലേത് ഭീകരാക്രമണമല്ല എന്നും പ്രതികാരമാണെന്നും ഒരു സെനറ്റ് അംഗവും ന്യായീകരിച്ചു. ഇന്ത്യയുടെ ആവശ്യം അവഗണിക്കുക എന്ന മുൻ നിലപാട് തന്നെയാകും ഇമ്രാൻഖാനും സ്വീകരിക്കാൻ സാധ്യതയുള്ളത്. ഇന്നലെ അതിർത്തിയിൽ വീണ്ടും പാകിസ്ഥാന്റെ വെടിനിർത്തൽ കരാർ ലംഘനമുണ്ടായത് ഇനി എങ്ങനെ എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. ജമ്മു കാശ്മീരിലെ രജൌരി ജില്ലയിൽ നൌഷേരയാണ് പാക് വെടിവയ്പ് ഉണ്ടായത്. വൈകിട്ട് 4:15 വെടിവയ്പ് തുടങ്ങിയത്. ഇതോടെ ഇന്ത്യയും തിരിച്ചടിക്കാൻ തുടങ്ങി. അതിർത്തിയിൽ വെടിവയ്പ് ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ അമ്മയും കുഞ്ഞുങ്ങളും അടക്കം 4 പേർ കൊല്ലപ്പെട്ടിരുന്നു. കുപ്വാര ജില്ലയിലെ ലങ്കാത്ത് മേഖലയിലുണ്ടായ ഭീകരാക്രമണത്തിൽ 4 CRPF സൈനികരും വീരമൃത്യു വരിച്ചു. 2 ഭീകരരും ഇവരെ സംരക്ഷിക്കാൻ ശ്രമിച്ച ഒരു പ്രദേശവാസിയും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഭീകരർക്കെതിരായ നടപടിക്ക് ശേഷം പ്രദേശത്ത് തെരച്ചിൽ നടത്തുകയായിരുന്ന ജവാന്മാർക്ക് നേരെ പ്രദേശവാസികളെ മറയാക്കി ഒരു ഭീകരൻ അപ്രതീക്ഷിതമായി വെടിയുതിർക്കുകയായിരുന്നു. അതിർത്തിയിൽ അതിരൂക്ഷ വെടിവയ്പാണ് പാകിസ്ഥാൻ നടത്തുന്നത്. ഇന്നലെ മാത്രം 50-ലേറെ തവണ പാക് സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിച്ചു. തീവ്രവാദികളെ മറയാക്കി പാക് സൈന്യം ഇന്ത്യയോട് നടത്തുന്നത് യുദ്ധം തന്നെയാണ്. അയൽ രാജ്യങ്ങൾക്കെതിരെ ഭീകര സംഘടനകളെ ഉപയോഗിച്ച് നിഴൽ യുദ്ധം നടത്തുന്നത് നയമാക്കിയ രാജ്യമാണ് പാകിസ്ഥാൻ. ഇന്ത്യക്ക് പുറമെ ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളും പാക് ഭീകരതയുടെ ഭീഷണി നേരിടുന്നു. നിരവധി ഭീകര സംഘടനകളുടെയും നേതാക്കളുടെയും സുരക്ഷിത താവളമാണ് പാകിസ്ഥാൻ. 69 സംഘടനകളെയാണ് പാകിസ്ഥാൻ നാഷണൽ കൗണ്ടർ ടെററിസം അതോറിറ്റി ഇതുവരെ നിരോധിച്ചിട്ടുള്ളത്. ഇതിൽ ഭൂരിഭാഗവും ബലൂചിസ്ഥാനിലും ഗിൽജിത് ബാൾട്ടിസ്ഥാനിലും ഗോത്രമേഖലകളിലും സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് പ്രക്ഷോഭം നടത്തുന്ന സംഘടനകളാണ്. പാക് അധിനിവേശ കാശ്മീർ കേന്ദ്രമാക്കി ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഹിസ്ബുൾ മുജാഹിദീൻ, അർഹത്തുൽ മുജാഹിദീൻ, അൽ-ബാദർ തുടങ്ങിയവരെ നിരോധിച്ചിട്ടുമില്ല. പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷമാണ് ഹാഫിസ് സയ്യിദിന്റെ ജമാഅത്ത് ഉദ്ദവയെ നിരോധിച്ചത്. 2008-ൽ 200ഓളം പേരെ കൊലപ്പെടുത്തിയ മുംബൈ ഭീകരാക്രമണത്തിന്റെ ആസൂത്രണമാണ് സയ്യിദ്. ഇന്ത്യ നിരോധിച്ച 41 ഭീകര സംഘടനകളിൽ പകുതിയിലധികവും പാകിസ്ഥാനിലോ പാക് പിന്തുണയോടെ പ്രവർത്തിക്കുന്നവരോ ആണ്. ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-ഇ-തോയ്ബ, ഹിസ്ബുൾ മുജാഹിദീൻ, അൽഹത്തുൽ മുജാഹിദീൻ, അൽ-ബാദർ, ഖാലിസ്ഥാൻ കമാൻഡോ ഫോഴ്സ്, ബബർ ഖൽസ, ഇന്റർനാഷണൽ സിഖ് യൂത്ത് ഫെഡറേഷൻ തുടങ്ങിയവയാണ് ഇതിൽ പ്രധാനം. ഖാലിസ്ഥാൻ ഭീകരർക്കും പാക് സംഘടന ISI പണവും മറ്റു സഹായങ്ങളും നൽകി വരുന്നുണ്ട്. ഇന്ത്യയിൽ നിരപരാധികളെ കൊന്നൊടുക്കുന്ന മസൂദ് അസറും ഹാഫിസ് സയ്യിദും പാകിസ്ഥാനിൽ സ്വതന്ത്രരായി വിഹരിക്കുമ്പോഴാണ് സമാധാനപ്രിയമായ ഇമ്രാൻഖാൻ അഭിനയിക്കുന്നത്. പുൽവാമയിലേത് ഭീകരാക്രമണമാണെന്ന് പരാമർശിക്കാൻ പോലും ഇമ്രാൻഖാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. തിരിച്ചടിക്കുമെന്ന ഇന്ത്യയുടെ ശക്തമായ നിലപാടാണ് മുട്ടുമടക്കാൻ പാകിസ്ഥാനെ പ്രേരിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.